എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനില് ഇപ്പൊ നമ്മുടെ ലൂഫി അവനാണെങ്കിൽ കൈ ചുരുട്ടി ആ വില്ലനെ ഞെട്ടിക്കും. ഇടികിട്ടി വില്ലൻ അവൻ തെറിച്ചടിച്ചു വീഴും. പക്ഷെ എന്താ, ലൂഫിയുടെ ബോഡിയിലേക്ക് ഇപ്പൊ പതിയെ പതിയെ ആ പോയിസൺ സ്പ്രെഡ് ആവാണ്. ഇവിടെ ബഗ്ഗിയും നമ്പർ 3യും അവർ രണ്ടുപേരും കാര്യം മനസ്സിലാക്കാതെ ആ നേവി സോൾജേഴ്സിനെ അവർ അറിഞ്ചം പുറഞ്ചം തല്ലും. അത് കണ്ട് കലി കയറിയ ആ ഹാനിയാബാൽ അവനാണെങ്കിൽ അവർ രണ്ടുപേരെയും പിടിച്ചു വലിച്ച് തല്ലി തല്ലി കൊല്ലുകയാണ്. നമ്പർ 3യും ബഗ്ഗിയും അവർ സോൾജേഴ്സിനെ ഇടിച്ചതുകൊണ്ട് മാത്രമല്ല, അവന്റെ അത്രയും വലിയ മാസ്റ്റർ പ്ലാൻ അത് സ്പോയിൽ ചെയ്തുകൊണ്ട് കൂടെയാണ് ഹാനിയാബാലിന് അത്രയും കലി കയറിയത്. അവരെ രണ്ടുപേരെയും തൂക്കിയെടുത്ത് ഇപ്പൊ ഹാനിയാബാല് ഒരു മൂലയ്ക്ക് അങ്ങനെ ചേർത്ത് ലോക്ക് ചെയ്ത് വെക്കും. സോ നമ്മുടെ അസിസ്റ്റന്റ് വാർഡൻ ഹാനിയാബാൽ ആളും ചില്ലറക്കാരനല്ല, ആൾക്കും നല്ല പവറാണ്. ബഗ്ഗിയും നമ്പർ 3യും അവർ രണ്ടുപേരും കഷ്ടപ്പെട്ട് എങ്ങനെയെങ്കിലും ആ കെട്ടഴിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കും. അപ്പൊ അതേസമയം ലൂഫി അവന്റെ ബോഡിയിൽ ഇപ്പൊ ആ പോയിസൺ അത് കുറേശ്ശായിട്ട് സ്പ്രെഡായി തുടങ്ങി കഴിഞ്ഞു. വില്ലനാണെങ്കിൽ ലൂഫിയുടെ ധൈര്യവും അവന്റെ ചങ്കൂറ്റവും പവറൊക്കെ കണ്ട് അങ്ങനെ ഷോക്കായിട്ട് നിൽക്കുകയാണ്. കാരണം അവന്റെ ബോഡിയിൽ പോയിസൺ അത് സ്പ്രെഡ് ആവുമെന്ന് അറിഞ്ഞിട്ട് പോലും അവൻ ആ വാർഡൻ വില്ലനെ അറ്റാക്ക് ചെയ്തു. മറ്റൊരു ഭാഗത്ത് നമ്മുടെ ഡാൻസർ അവൻ രക്ഷപ്പെടാൻ ശ്രമിക്കും. പക്ഷെ ഒരുപാട് സോൾജേഴ്സ് അവനെ റൗണ്ട് ചെയ്ത് അറഞ്ചം പുറഞ്ചം അവനെ തല്ലിക്കൊണ്ടേയിരിക്കും. അവൻ കറങ്ങി തിരിഞ്ഞും ഡാൻസ് കളിച്ചൊക്കെ ആ സോൾജേഴ്സിനെ അടിക്കും. അതിനുശേഷം വീണ്ടും അവൻ പൊട്ടിക്കരയാണ്. ലൂഫി, ദയവ് ചെയ്ത് നീ എന്നോട് ക്ഷമിക്കണം. എന്റെ അവസ്ഥ അത് നീ മനസ്സിലാക്കണം. അവനുമായിട്ട് ഫൈറ്റ് ചെയ്ത ഉറപ്പായിട്ടും അവന്റെ പോയിസൺ അത് ബോഡിയിൽ സ്പ്രെഡായി ഞാനും മരിക്കും. സോ എനിക്ക് മരിക്കാൻ പേടിയാണ്. എന്നെപ്പോലെ ഒരു നല്ല സുഹൃത്തിനെ വിട്ടിട്ട് പോകുന്നതിൽ എനിക്ക് ഒരുപാട് വിഷമമുണ്ട്. പക്ഷെ എന്റെ മുൻപിൽ വേറെ വഴിയില്ല. എന്റെ നിസ്സഹായ അവസ്ഥ അത് നീ മനസ്സിലാക്കണം എന്നൊക്കെ പറഞ്ഞ് അവനെ തന്നെ ആശ്വസിപ്പിച്ച് പൊട്ടിക്കരഞ്ഞ് വീണ്ടും തിരിഞ്ഞു നോക്കാതെ ഓടും. അതേസമയം വാർഡൻ അവനാണെങ്കിൽ ഇപ്പൊ ലൂഫിയെ തോർപ്പിച്ചു നോക്കും. ലൂഫിയും ഒട്ടും കോൺഫിഡൻസ് കളയാതെ ആ വാർഡനെ നോക്കി ദഹിപ്പിക്കും. അപ്പോഴായിരിക്കും ലൂഫിയുടെ കൈ കാണിക്കുക. അത് ഓൾമോസ്റ്റ് ഇപ്പൊ വെന്തുകൊണ്ടിരിക്കുകയാണ്. വാർഡനാണെങ്കിൽ അത് കണ്ട് ഭയങ്കര സന്തോഷം. കാരണം മങ്കിയുടെ ലൂഫിയെ വാർഡൻ ഒരു വിധത്തില് വലിയൊരു തകർച്ചയുടെ വക്കിലെത്തിപ്പിച്ചു. ലൂഫിയുടെ കൈ അതങ്ങനെ കത്തിക്കരിഞ്ഞു കരഞ്ഞ് ആ ബോഡിയിലേക്ക് മുഴുവനായിട്ടും അത് സ്പ്രെഡ് ആവാൻ തുടങ്ങും. ലൂഫിക്ക് ഇനി രക്ഷപ്പെട്ടു പോകാൻ പറ്റില്ല എന്ന് വാർഡൻ ഉറപ്പിക്കും. ഇതാണ് പറ്റിയ അവസരം, ഇവനെ ഇവിടെ വെച്ച് ഞാൻ ഇല്ലാതാക്കും. വില്ലനാണെങ്കിൽ വീണ്ടും വീണ്ടും ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഇപ്പൊ ലൂഫിയെ വെറുപ്പിക്കും. കലി കയറിയ ലൂഫി ചാടി അങ്ങോട്ട് എഴുന്നേറ്റ് വിൻ സ്റ്റൈൽ പിസ്റ്റൽ പവർ ഉപയോഗിച്ച് ആഞ്ഞൊരിടി. ആ ഇടിയില് വില്ലന് കാര്യമായിട്ടൊന്നും സംഭവിക്കില്ല. എങ്കിലും അവൻ കുറച്ച് പുറകിലേക്ക് നീങ്ങും. അതിനുശേഷം അവന്റെ ഫുൾ പവർ എടുത്ത് പോയിസൺ ലൂഫിക്ക് നേരെ അച്ചരം പൊച്ചറം ആഞ്ഞു തെറിപ്പിക്കും. ലൂഫി ഓരോ ഭാഗത്തൂടെ ഓടി രക്ഷപ്പെട്ട് അതിൽ നിന്ന് എസ്കേപ്പ് ആയിക്കൊണ്ടേയിരിക്കും. അങ്ങനെ രണ്ടുപേരും വമ്പൻ ആക്ഷനില് അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യും. പക്ഷെ ഓരോരുത്തരുടെ പഞ്ചും മിസ്സാവാണ്. ഒടുവിൽ ലൂഫി ആണെങ്കിൽ ഇപ്പൊ കൂലങ്കക്ഷമായിട്ട് ചിന്തിച്ച് അവന്റെ പുറകിൽ വന്ന് അറ്റാക്ക് ചെയ്യും. കാര്യം പിടികിട്ടിയ വില്ലൻ അവൻ വലിയൊരു മോൺസ്റ്ററിനെ ഇപ്പൊ പോയിസൺ വെച്ച് പുറകിൽ ക്രിയേറ്റ് ചെയ്യും. ലൂഫി ഒന്നും നോക്കില്ല, എയർ പിസ്റ്റൽ ഉപയോഗിച്ച് അതിനെ തകർത്ത് കളയും. പക്ഷെ അത് വലിയൊരു അപകടമായി തീർന്ന് ആ പോയിസന്റെ പല ഭാഗങ്ങളും തെറിച്ച് ഇപ്പൊ ലൂഫിയുടെ ബോഡിയിൽ തന്നെ വീഴും. ലൂഫിക്കാണെങ്കിൽ ആ വേദന സഹിക്കാൻ കഴിയില്ല. അവൻ നിലവിളിച്ച് കരയുമ്പോഴായിരിക്കും അവന് ചുറ്റും ഇപ്പൊ പോയിസൺ ഗ്യാസ് നിറയുന്നത് അവൻ ശ്രദ്ധിക്കുക. വില്ലൻ അവൻ കടുകുമണിയോളം വിട്ടുകൊടുക്കാതെ വീണ്ടും വീണ്ടും അവൻ അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ആ ഗ്യാസ് ആണെങ്കിൽ ഇപ്പൊ ഒരു വെനം ക്ലൗഡായി മാറി ലൂഫിയെ ഫോളോ ചെയ്തു വരും. ലൂഫി പഠിച്ച പണി 18 നോക്കിയിട്ടും അത് തകർക്കാനോ അതിൽ നിന്ന് രക്ഷ നേടാനോ അവനെ കൊണ്ടാവില്ല. അവസാനമായിട്ട് ലൂഫി ആണെങ്കിൽ അവന്റെ വയറ് നിറയെ അങ്ങനെ കാറ്റ് വലിച്ചു കയറ്റും. എന്നിട്ട് മുകളിലേക്ക് പോയി താഴേക്ക് അടിച്ചു വീഴും. ആ ഒരു കാറ്റ് പുറത്തേക്ക് വന്ന് വില്ലൻ ക്രിയേറ്റ് ചെയ്ത പോയിസൺ ഫോഗ് അത് അവിടുന്ന് റിമൂവ് ആവും. പക്ഷെ വില്ലൻ വീണ്ടും അടുത്ത സെക്കൻഡ് ഒരുപാട് പോയിസൺ ഫോഗ് അവന് നേരെ ഊതി വിടും. നീ ഇനി എന്തൊക്കെ ചെയ്തിട്ടും ഒരു കാര്യവുമില്ല. ആ പോയിസൺ ഗ്യാസ് അത് നീ ശ്വസിച്ചു കഴിഞ്ഞു. മാത്രമല്ല നിന്റെ കൈ അത് ഡയറക്റ്റ് പോയിസൺ ഏറ്റ് ഇപ്പൊ പതിയെ പതിയെ തകർന്നിരിക്കുകയാണ്. ലൂഫി ഇപ്പൊ പതിയെ തളർന്ന് താഴേക്ക് വീഴും. കട്ട് ചെയ്ത ഇവിടെ ഈസ് അവൻ ലൂഫി ഓർത്ത് ഒരുപാട് ടെൻഷനായി അങ്ങനെ നിൽക്കും. ഇവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത 4th ലെവൽ ഗേറ്റ് കാണിക്കും. അതിന്റെ തൊട്ടടുത്താണ് നമ്പർ 3യും ബഗ്ഗിയും. അവർ രണ്ടുപേരും പെട്ടുകിടക്കുക. നമ്പർ 3 പറയും, ഇനി എന്നെ കൊണ്ട് വയ്യ, ഇനിയും ഇങ്ങനെയുള്ള ക്രൂരതകൾ സഹിച്ച് എന്നെ കൊണ്ട് പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അവനിപ്പോ അവന്റെ നാവ് കടിക്കാൻ തുടങ്ങും. ഉടനെ ഹാനിയാബാല് അവൻ ആ മിലിറ്ററി സോൾജേഴ്സിനോട് അവനെ അവിടുന്ന് തൂക്കിക്കൊണ്ട് പോകാൻ പറയും. അപ്പോഴായിരിക്കും നമ്മുടെ ഡാൻസർ അവൻ ആ കാഴ്ച കണ്ട് ഫുൾ കലിപ്പില് ഇപ്പൊ ദേഷ്യപ്പെട്ട് പറയും, നിങ്ങൾക്ക് എത്ര ധൈര്യം ഉണ്ടെങ്കിൽ അവരുടെ ദേഹത്ത് കൈവെക്കും. മര്യാദയ്ക്ക് അവരെ ഇപ്പൊ തന്നെ താഴെ നിർത്തുന്നതാണ് നിങ്ങൾക്ക് നല്ലത്.
ആണെങ്കിൽ ആ ശബ്ദം കേട്ട് അതാരാണ് നോക്കും. അപ്പോഴേക്കും നമ്മുടെ ഡാൻസർ സ്ട്രെയിറ്റ് ആയിട്ട് താഴേക്ക് എടുത്തു ചാടി നമ്പർ 3യെയും ബഗ്ഗയെ ഹോൾഡ് ചെയ്ത് വെച്ചിരുന്ന ആ സോൾജേഴ്സിനെ അവരെ അച്ചരം പൊച്ചറ ആഞ്ഞു ചവിട്ടി 4 ഭാഗത്തേക്ക് തെറിപ്പിച്ചു കളയും. ഹാനിബാലിന് മനസ്സിലാവും ബഗ്ഗയുടെയും നമ്പർ 3യുടെയും കൂടെ രക്ഷപ്പെട്ട മൂന്നാമൻ അതിവനാണ്. കമോൺ ഗായ്സ്, എത്രയും പെട്ടെന്ന് അവനെ പിടിക്കണമെന്ന് ഹാനിബാൽ പറയും. കേൾക്കേണ്ട താമസം ആ സോൾജേഴ്സ് റൗണ്ട് ചെയ്ത് ഇപ്പൊ അവനെ പിടിക്കാൻ ട്രൈ ചെയ്യാണ്. സിമ്പിൾ ആയിട്ട് അങ്ങനെ എടുത്തു ചാടി അവന്റെ കാല് കറക്കി ആ മുഴുവൻ സോൾജേഴ്സിനെയും അട്ടിച്ചു നിരപ്പാക്കും. ആടൻ അത് കണ്ട് സഹിക്കില്ല. അവൻ വലിയൊരു ഇരുമ്പ് റാഡ് എടുത്ത് അവന് നേരെ ചറപറ കുത്താൻ തുടങ്ങും. അവൻ ഓരോ തവണ കുത്തുമ്പോഴും അവന്റെ ബോഡി അവൻ ഓരോ ഭാഗത്തേക്ക് മാറ്റിക്കൊണ്ടേയിരിക്കും. ഹാനിബാലിനാണെങ്കിൽ അവന്റെ ക്ഷമ നശിച്ച് ആ റാഡ് അവന് നേരെ വലിച്ചെറിയും. ആൻസർ അതിൽ നിന്നും എസ്കേപ്പായി ഇപ്പൊ അവന്റെ ഇടുപ്പ് അത് ഹാനിബാലിന് കാണിച്ചു കൊടുക്കും. കട്ട് ചെയ്ത ഇവിടെ ലൂഫി അവനാണെങ്കിൽ ബോഡി മുഴുവൻ ആ ഒരു പോയിസൺ സ്പ്രെഡായി ഒന്ന് അനങ്ങാൻ പോലും കഴിയാതെ വീണ് കിടക്കും. ആ വാർഡനാണെങ്കിൽ ഇപ്പൊ സ്ലോ മോഷനിൽ അവന്റെ അടുത്തേക്ക് നടന്നു വരും. അതിനുശേഷം ലൂഫിയെ ചെക്ക് ചെയ്യും. ഇനി ലൂഫിയെ കൊണ്ട് സർവൈവ് ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിയ വാർഡൻ ആള് നൈസായിട്ട് അവിടുന്ന് നടന്നു പോകും. അപ്പൊ എന്തോ ഞരങ്ങുന്ന സൗണ്ട് കേട്ട് ആ വില്ലൻ അവൻ തിരിഞ്ഞു നോക്കും. അവൻ കാണും നമ്മുടെ ലൂഫി അവന്റെ ഫുൾ സ്ട്രെങ്ത് സംഭരിച്ച് എഴുന്നേക്കാൻ ശ്രമിക്കുകയാണ്. വാവ്, നിനക്ക് നിന്റെ ചേട്ടനോട് ഇത്രയൊക്കെ സ്നേഹമുണ്ടോ? നിന്റെ സ്നേഹം കൊണ്ടോ കഷ്ടപ്പാട് കൊണ്ടോ ഒരു പ്രയോജനവും ഇല്ല. നിന്നെപ്പോലെ തന്നെ നിന്റെ ചേട്ടനും നിങ്ങൾ രണ്ടുപേരും ഇവിടെ ഇല്ലാതാവും. അത് കേട്ട് ലൂഫി അവൻ ചാടി എഴുന്നേറ്റ് അങ്ങനെ അലറി നിലവിളിക്കും. ലൂഫിക്കാണെങ്കിൽ ഇപ്പോഴും അവന്റെ യഥാർത്ഥ ബോധം അത് തിരികെ കിട്ടുന്നില്ല. അവന്റെ തല അതാഞ്ഞ് നിലത്തടിക്കും. അങ്ങനെ അവൻ എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് ഇപ്പൊ അവന്റെ സ്വബോധം അത് തിരികെ കിട്ടും. പക്ഷെ ആ പോയിസന്റെ എഫക്റ്റ് അതൊട്ടും കുറഞ്ഞിട്ടില്ല. വില്ലനാണെങ്കിൽ ഇപ്പൊ ലൂഫിക്ക് ഒരു വാണിംഗ് കൊടുക്കും. നീ മര്യാദയ്ക്ക് അവിടെ കിടന്ന് മരിക്കുന്നതാണ് നിനക്ക് നല്ലത്. അതല്ല എങ്കിൽ ഇഞ്ചിഞ്ചായിട്ട് ഞാൻ നിന്നെ തല്ലിക്കൊല്ലും. ലൂഫി ആണെങ്കിൽ ഉടനെ അവന്റെ കൈ നീട്ടി ആഞ്ഞെട്ടിക്കും. ആ വില്ലൻ അവന്റെ കൈ പിടിച്ച് വലിച്ച് അങ്ങനെ നിലത്താഞ്ഞട്ടിക്കും. ലൂഫി ആ തറയിൽ വന്ന് ആഞ്ഞട്ടിക്കുന്ന സൗണ്ട് അത് എയ്സിന് അങ്ങനെ മുഴങ്ങി കേൾക്കും. എയ്സ് ടെൻഷനായിട്ട് ഇപ്പൊ അവന്റെ തൊട്ടു മുൻപിലുള്ള സോൾജറിനോട് ചോദിക്കും, അപ്പർ ലെവലില് എന്തെങ്കിലും പ്രശ്നം നടക്കുന്നുണ്ടോ? ആ സോൾജിയർ ആണെങ്കിൽ സിമ്പിൾ ആയിട്ട് പറയും, ഒന്നുമില്ലല്ലോ, അവിടെ എല്ലാം നോർമലാണ്. എയ്സിനാണെങ്കിൽ ഭയങ്കര കൺഫ്യൂഷൻ. ആ പ്രിൻസസ് പറയുന്നത് വിശ്വസിക്കണോ അതോ ഈ സെക്യൂരിറ്റി പറയുന്നത് അത് വിശ്വസിക്കണോ? ഏതായിരിക്കും സത്യം എന്നൊക്കെ ആലോചിച്ച് അങ്ങനെ തലപോഞ്ഞിരിക്കുകയാണ്. ഇവിടെ ലൂഫി ആണെങ്കിൽ അവന്റെ പരിശ്രമം വിടില്ല. ഉടനെ ആ വില്ലൻ പറയും, നിനക്ക് ആക്ച്വലി വട്ടുണ്ടോ? എയ്സിനെ പോലെ ഒരാളെ ഒരിക്കലും വെറുതെ വിടാൻ പറ്റില്ല. അവൻ നമ്പർ 1 ക്രിമിനൽ ആണ്. അവൻ എക്സിക്യൂട്ട് ചെയ്തേ പറ്റൂ എന്നൊക്കെ പറഞ്ഞ് ആളിപ്പോ വലിയ വായിൽ സംസാരിക്കാൻ തുടങ്ങും. ലൂഫി ആണെങ്കിൽ അതൊന്നും മൈൻഡ് ചെയ്യാതെ അല്പസമയം റെസ്റ്റ് എടുക്കും. അതിനുശേഷം വീണ്ടും ലൂഫി അവന്റെ അറ്റാക്ക് സ്റ്റാർട്ട് ചെയ്യും. ഓൾറെഡി ലൂഫിയുടെ ബോഡിയിൽ ഒരു പോയിസണും അറ്റാക്കൊക്കെ കിട്ടിയതുകൊണ്ട് തന്നെ അവനെ കൊണ്ട് മര്യാദയ്ക്ക് പഞ്ച് ചെയ്യാൻ പറ്റില്ല. ലൂഫിയുടെ പഞ്ച് ഭയങ്കര സ്ലോ ആയതുകൊണ്ട് തന്നെ വില്ലൻ അതിൽ നിന്നെല്ലാം സിമ്പിൾ ആയിട്ട് മാറും. അവന്റെ കൈ ചുറ്റുമുള്ള ചുമരിലായിരിക്കും ആഞ്ഞെട്ടിക്കുക. ലൂഫിയുടെ കൈയും കാലും ഇപ്പൊ തീയിലൊക്കെ പെട്ട് കത്തിക്കരിയാൻ തുടങ്ങും. ഉടനെ ലൂഫി അവൻ സെക്കൻഡ് ഗിയറിലേക്ക് ചേഞ്ച് ആയി ഇപ്പൊ ആ വില്ലനെ ഇട്ടിക്കാൻ പോവാണെന്ന് വില്ലന് പിടികിട്ടും. ലൂഫി എങ്ങനെ വിടുകയാണെങ്കിൽ അവനൊരു വലിയ തലവേദന ആയിരിക്കുമെന്ന് ആൾക്ക് ഉറപ്പ് തോന്നും. വില്ലൻ വീണ്ടും അവന്റെ ഡ്രാഗൺസിനെ ക്രിയേറ്റ് ചെയ്യും. ലൂഫി സെക്കൻഡ് ഗിയറിലേക്ക് മാറി അവന് നേർക്ക് നിൽക്കും. സെക്കൻഡുകൾ കൊണ്ട് അവർ പരസ്പരം ഏറ്റുമുട്ടും. ലൂഫി കണ്ണു തുറന്നു നോക്കും. അവന്റെ ബോഡി മുഴുവൻ ഇപ്പൊ പോയിസൺ സ്പ്രെഡ് ആയിരിക്കുകയാണ്. അവൻ എയ്സിന്റെ പേര് വിളിച്ച് കരയുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.